ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പറയാം, ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. അത് മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി. നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാവേലിയുടെ വഴിയെ പോണവർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്കാകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്കാകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവരിത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പം ഈശോ പറഞ്ഞില്ല 9:56 എടുത്ത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേ ഉള്ള സംഭവം. അപ്പോൾ ഈശോ എടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അത് എങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പം ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ലുവില കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കേണ്ടത്. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ കൊച്ചു ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തു നന്ദി എന്റെ കൊച്ചു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ മക്കളാണ്.
നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ്. ഉടമ്പടി എനിക്ക് എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൈവതിരുസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത്. അപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ദൈവതിരുസന്നിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അത് തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് ശ്വസിക്കണത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി. എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടിയുടെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോവിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവരും ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈശോ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. സദയത്തോടെ സുഖമായി എന്നെ അരികിൽ വന്നേ. സദയത്തോടെ സുഖമായി എന്നെ. കർത്താവേ, അനേകം മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ, അതായത് നാട് വിട്ടു പോന്ന് അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നവരുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട്. ഈ ആരാധന കൂടുന്നവർ, ഓൺലൈനിൽ കൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്ന ഈശോയെ, ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച, ഈ മാസം വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ മാസം വെച്ചത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ, അതൊക്കെ മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴ് പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം, മാരക രോഗങ്ങൾ, തീരാവേദികളും, ജീവിത ദുരിതങ്ങളും, സാമ്പത്തിക കെടുതികളും, ജപ്തി നടപടികളും, വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും, അതുപോലെ തന്നെ പരീക്ഷകളും, ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും, ഇങ്ങനെ ജോലി തടസ്സങ്ങളും, വിസയുടെ പ്രോസസ്സിങ്, അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ നിൽക്കുന്ന നാനാജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിൻ്റെ മധ്യസ്ഥതാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ.
പരിശുദ്ധമായ ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുന്നതിനു വേണ്ടി എന്നെ ഉയർത്തിയതിന് ദൈവമാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 2019 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷൈനി, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഇതെൻ്റെ മകൾ ദിവ്യ, സൈക്കോളജിസ്റ്റാണ്. 2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെയും മുൻ സാക്ഷ്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളിലൂടെ പോയപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2022 ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ ഇത് 11ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വെറുതെ അനുഭവം മാത്രമല്ല, ഒരു അനുഭൂതിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരു പക്ഷേ കഴിഞ്ഞ ഉടമ്പടികളിലൊന്നും തന്നെ ഞാൻ നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങൾ വയ്ക്കാറില്ല. ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ മാത്രമാണ് കൂടുതലും അതിൽ രേഖപ്പെടുത്താറുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും നിയോഗമായിട്ട് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വളരെയധികം നന്നായിട്ട് തന്നെ അനുഭവയോഗ്യമാക്കി തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിലൊന്ന് എൻ്റെ മകൾ, മൂത്ത മകൾ, അവളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ ആവശ്യകതയിൽ ഒന്ന് അവളുടെ PhD ആയിരുന്നു. അവൾ MSc ഫിസിക്സ് കഴിഞ്ഞതാണ്. PhD അവൾക്ക് അടുത്ത കാലത്ത് വിചാരിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗസാക്ഷ്യം എന്ന് പറയാനുള്ളത്. അവളിവിടെ വന്നിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഈ അൾത്താരയിൽ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മകൾ, ഇവൾക്ക് MSc സൈക്കോളജി കഴിഞ്ഞ് ഉടൻ തന്നെ താൽക്കാലികമായി ജോലി ലഭിച്ചെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ PhDയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അവൾ സംസാരിച്ചോളും. എന്തായാലും ആ ജോലി നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓരോ ദിവസവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാം ഒന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചത് അനുഭവം എന്തെങ്കിലും എൻ്റേതായിട്ടുണ്ടായതെന്ന് എനിക്ക് പറയാനില്ല. എല്ലാം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവികമായ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ആക്സിഡൻറ്റ് പറ്റി അവൾ ഒരു വർഷത്തോളം അതുമായി ബുദ്ധിമുട്ടുകയായിരുന്നു. അവൾക്ക് നടന്നു പോയി, ഞങ്ങളുടെ സ്കൂളിലാണ്, സ്കൂളിൽ നിന്ന് മുകൾ വശത്ത് നിന്ന് നടന്ന് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമൊന്നും എനിക്കതങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയില്ല, ജസ്റ്റ് ഞാൻ പറയുകയേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് കാലിന് വയ്യാതായി, കാല് ഉളുക്കിപ്പോയതോ എന്തോ ആണ്, കുറേ ഒടിഞ്ഞു പോകുന്ന സംതിങ്. എന്തായാലും അവൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷെ ഞാൻ അതിലും പ്രത്യേകിച്ചൊന്നും പറയാതെ എൻ്റെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊന്ന് ചേർത്തത് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് എൻ്റെ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ വളരെ വേഗം എൻ്റെ തൈലം കൊണ്ടുപോയിട്ട് അവർക്ക് പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇവർക്ക് ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്തില്ല, എനിക്കങ്ങനെ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈക്കൊരു വേദന വരുന്നു, ലെഫ്റ്റ് കൈ, ഈ കൈക്കൊരു വേദന വരുന്നു. അതുപോലെ ചെറിയ നടുവേദന, എനിക്ക് സാധാരണ നടുവേദനയൊന്നും ഉണ്ടാവാറില്ല. ഈ 2 വേദന വരുമ്പോൾ ഞാനത് രോഗമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പകരം
അതെനിക്ക് എന്തോ ഒരു സൂചനയാണെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയത്. ഉടനെ തന്നെ ഞാനത് ഓർമ്മിച്ചു. എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്തിന് സ്ഥിരമായിട്ട് ഡിസ്ക്, സ്കൂട്ടി തന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വേദനയാണ്. അതെന്നും പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് തൈലമൊന്നും തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവളുടെ കാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഉടനടി തന്നെ ഞാൻ അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെയല്ലേ, ഇന്നെടുത്ത് കൃത്യമായിട്ടൊന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ നടുവിന് ഞാൻ തൈലം പുരട്ടുകയും പിറ്റീട് തൊട്ടടുത്ത ദിവസം അവളുടെ കാലിന് പോയിട്ട് ഞാൻ എൻ്റെ തൈലം അവളുടെ പാദങ്ങളിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. അവരുടെ വരാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും ആ തൈലത്തിൻ്റെ ഒരു ഉപയോഗം എനിക്കത് പറയാതിരിക്കാൻ കഴിയുമോ അറിയില്ല. എങ്കിലും ഞാൻ അത് ചെയ്തതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്നൊരു കാലത്ത് നമുക്കതിന് സാധിക്കുമെന്ന് പറയാം. 1 മാസത്തിനിടയിൽ അവർക്ക് സൗഖ്യം പ്രാപിച്ചവർ ഭക്ഷണം കഴിക്കാൻ നടന്നു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തൈലത്തിൻ്റെ, എൻ്റെ തൈലം ഉപയോഗിച്ചതുകൊണ്ടുള്ള ഫലം എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ സുഹൃത്തിനും അതുപോലെ തന്നെ ചെയ്തു. അവരും 1 വർഷത്തോളം നടക്കാതിരുന്ന ആൾ പിന്നീട് സുഖമായിട്ട് നടക്കുന്ന രീതിയിലേക്ക് തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ ഇവിടുത്തെ അമ്മയുടെ തിരുത്തൈലം കൊണ്ട് സാധ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാലിന്, അതുകൂടെ ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ വേഗം പറയാം. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്നും പറയുന്നില്ല. എൻ്റെ കാലിന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തട്ടി ഞാനങ്ങ് വീണു എന്ന് പറഞ്ഞാൽ നല്ലോണം വീണില്ല. പക്ഷേ സിമെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടതുകൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പക്ഷെ ഞാനത് അത്ര എൻ്റെ മുറിവുകളൊന്നും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ മുറിവ് കുറച്ച് ഉള്ളതാണ്. പക്ഷേ അതിനെ ഞാനൊന്നും കളഞ്ഞിരുന്നില്ല, അത് അത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ 1 മാസമായിട്ടും എൻ്റെ ആ മുറിവ് ഉണങ്ങിപ്പോകാതിരുന്ന ഒരു ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ഇത് വേഗം കൊണ്ട് ആസ്പത്രിയിൽ കാണിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി കണ്ടത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 വട്ടത്തിൽ അത് ചൊറിഞ്ഞ് വരുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. ആഴം അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് മോള് പറയുമ്പോഴും ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ തൈലം ഇന്ന് പുരട്ടുകയാണ്, നാളെ ഇത് ഞാൻ പുരട്ടിയാൽ ആസ്പത്രിയിൽ പോകാനുള്ള ഇടയുണ്ടാവരുത്, എനിക്കിത് കരിഞ്ഞു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ചൊറിയുന്ന ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോകണമെന്ന് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക്, മുറിവ് ഉണങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എൻ്റെ സാക്ഷ്യമായിട്ട്, തൈലത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെയും കിട്ടിയ ഉടനെ തന്നെ ആർക്കൊക്കെയാണോ അവർക്കൊക്കെയും ഞാൻ കൊടുക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ 1-2 എണ്ണം സൂക്ഷിച്ച് വെക്കും. ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നുന്ന ചിലരുണ്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പത്രങ്ങൾ സൂക്ഷിച്ച് വെക്കും, അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള വരുന്ന എല്ലാ ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്തും. അത് അനിവാര്യമാണ്, ഇന്നൊരാൾക്ക് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും തന്നെ ഞാൻ അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള സൗഖ്യങ്ങളും എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ എനിക്ക് ആ സുഖം അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തു തന്നെയുള്ള പ്രദേശങ്ങളിലുള്ള അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളെ അതായത് ഡിസബിലിറ്റി ആയിരിക്കുന്ന മക്കളെ നോക്കുന്ന സെൻറ്ററുകളുണ്ട്, അവിടെയൊക്കെ പോവുകയും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അവരോടൊപ്പം കുറച്ച് സമയം കളിക്കും. ഇങ്ങനെയുള്ളൊരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടെത്താറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ, എൻ്റെ അടുത്തുള്ള വൃദ്ധസദന അമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് ഏതെങ്കിലും പോകുന്ന വഴിയോരങ്ങളിൽ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണെങ്കിൽ, കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ അധികമൊന്നും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചെറിയ തൊട്ട് കൊടുക്കുക എന്നല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം എൻ്റെ കണ്ണുകൾ വെറുതെ, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെറുതെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ്
കൊണ്ടാണ് പോവുക? എവിടെയെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആപ്റ്റാതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അവരുടെ അടുത്ത് പോയി എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ, ഇനി പൈസ കൊണ്ടാണോ, എങ്ങനെയാണോ അവരെ സഹായിക്കേണ്ടത് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് സമയം ഞാൻ മകൾക്കും കൂടി അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദിവ്യ. നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ 2025 ഏപ്രിൽ 25 ആദ്യം ഓൺലൈൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈൻ ഉടമ്പടി ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തീക്ഷ്ണമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെയായിരുന്നു. ഏപ്രിൽ 25 വെച്ച് മെയ് 1.5 മാസത്തിനു ശേഷം ഞാൻ എൻ്റെ PhDക്ക് വേണ്ടിയിട്ടും എനിക്കൊരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ്, ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗസ്റ്റായിട്ടായിരുന്നു. അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ, യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെയും ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1.5 മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് വരികയും ജൂൺ 1 തന്നെ ജോയിൻ ആവണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു, അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ജൂൺ 1 ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ നിൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി. അതായത് അപ്പോയിൻമെൻറ്റിൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടും ക്യാൻസലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 0 മെറിറ്റ് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ജോബും ഇല്ല. ഒരു 3 മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ PhDൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു PhDൻ്റെ എൻട്രൻസ് എക്സാം വന്നു. ഞാൻ പാസ്സായി, മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ പാസ്സായി. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പൊതുവേ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ ഒരു 1% പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആയിരുന്നു എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെയായിരുന്നു കിട്ടിയത്. അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് HOD എന്നെ വിളിക്കുകയാണ്. അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ്, ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണ്ട, അഡ്മിഷൻ ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പിന്നീട് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല. കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള, അതായത് ഒരാൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം, എപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം. ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ആ സമയത്ത് PhD എനിക്ക് വേണമായിരുന്നു എന്ന്. പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും. ഭയങ്കര ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ ഞാൻ അവിടുന്ന് എനിക്ക് അത് എങ്ങനെയോ നാച്ചുറലി റിമൂവ് ആയി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേ ഇല്ല. ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത്. പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത്. കാരണം ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ പോലീസിനോട് ഞാനിത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം.
എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ, മുസൽമാൻ, ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത്. ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണോ എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ മാതാവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു. കാരണം അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ്. എത്രയോ പ്രായം 75-80 തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അവിടെ നിന്ന് ഒരു ഉപ്പൂപ്പാന്ന് വേണമെങ്കിൽ പറയാം, ആൾക്ക് ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പൂപ്പ ബാക്കി മാതാവിനെ പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിനെ എതിരായിട്ട് ഞാൻ പറയില്ല. കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിൽ, ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ്, 10 മിനിറ്റിനുള്ളിൽ നിനക്കൊരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മെസ്സേജ് ഇങ്ങനെ ഗട്ട് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ വന്നു. അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്ത്. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന്. 3-4 ദിവസത്തിനുള്ളിൽ പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു, മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. കാരണം എല്ലാവരും ഇതുപോലെ പറയും, അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൂടൂ. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം 2:30 ഇൻ്റർവ്യൂ വെക്കാമെന്നാണ്. ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൈക്കോളജിസ്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. ഇപ്പം 3-3.5 മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. ബാക്കിയുള്ള കൊളീഗ്സും എൻ്റെതും വെച്ച് നോക്കുമ്പോൾ, അതായത് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് വേറിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മേ ബി എനിക്ക് 0, എൻ്റെ എലിജിബിലിറ്റി അല്ല എന്നുള്ള സമയത്ത് പോലും ഞാൻ മാതാവിനെ പ്രഘോഷിക്കുമായിരുന്നു ചെയ്തത്. ഞാൻ ഒരു രീതിയിൽ പോലും ഞാൻ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ട് അവർ പറഞ്ഞത്, ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് ദിവ്യ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഭക്തിമൂത്ത് പ്രാന്തായി എന്ന് മാത്രം പറയിക്കരുത്, ജീവനുള്ള ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തരണം. എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൽ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ അതേ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു. ഞാൻ എക്സാക്ട്ലി ഇതേ രൂപമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് സാക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി. നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ജോബ് കിട്ടി. രോഗസൗഖ്യം ഉണ്ടായിരുന്നു. ഒരുപാട് രോഗസൗഖ്യം തൈലം ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറയണമെങ്കിൽ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു മുന്നേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ തീക്ഷ്ണമായിരുന്നു ബ്ലഡ് ഡൊണേഷന്. പിന്നെ എൻ്റെ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീരിയാട്രിക് കെയർ, പാലിയേറ്റീവ് കെയർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും പോയി ന്യൂസ് പേപ്പർ, തുണി, ഡ്രസ്സ്, പൈസ, ഫുഡ്, എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് എന്താണ് ആവശ്യം അത് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. തിരുകുമാരനും മാതാവിനോടും 1000 നന്ദി പറയുന്നു.
കൊന്ത ഞാൻ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അല്ലെങ്കിൽ പാട്ട് നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുമായിരുന്നു. പക്ഷേ ഇത് 24 മണിക്കൂറും ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവമായ വൈദ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു സത്യം ആരും മറക്കരുത്. ആ ദൈവത്തിലൂടേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയിലൂടെ അമ്മ മാതാവിലൂടെ തിരുകുമാരനിലേക്ക് ആ വഴിയാണല്ലോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത്. എൻ്റെ ചേച്ചി മാതാവ്, പിന്നെ എൻ്റെ ഈ മാതാവിനെ കൂടെ ഞാൻ അറിഞ്ഞു. ഏറ്റവും രോഗം ഉണ്ടാകുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ ക്യൂർ ആവാൻ അത്രയും പെട്ടെന്ന് പറ്റത്തില്ല എന്ന്. പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിലേക്കുള്ളൊരു ഒരു ക്ലാരിറ്റി കിട്ടിയത്, സമ്പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഹീലായത്. അതിലൂടെയാണ് ഞാൻ ബൈബിള് വായനയും ഒരു വട്ടം വായിച്ചു തീർത്തു. ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിനോട് ഒരായിരം നന്ദി. ലവ് യു.